എന്റെ മുന്തിരിക്കല്ല രാവിലെ ആരുടെ ഈ വെള്ളം അടിച്ചോണ്ട് കിടക്കും? ഇവിടെ വേറെ വീടൊന്നും നല്ല പരിചയമുള്ള മുഖം. നോക്കട്ടെ, കണ്ണല്ലേ? കണ്ണാ, ഡേ കണ്ണാ, എന്താ നീക്കെന്താ ഇവിടെ? എന്താ എന്താ കണ്ണാ, കണ്ണാ, ഡേ എന്താ പറ്റിയ നിനക്ക്? എന്താ എന്താ വിഷയം? നീക്ക് ഇന്നലെ എവിടെ പോയത്? ആ കാട്ടിലെങ്ങനാ നീയൊക്കെ എത്തിയേ? നല്ല പനിയുണ്ടല്ലോ ഞമ്മ. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. എന്താ പറ്റിയ നിനക്ക്? നീ പറ, കാര്യം പറ. പറയാ അണ്ണാ, നാളെ ഇപ്പൊ എന്തോന്ന് പരിപാടി? പരിപാടിയാ? എന്തൊരു പരിപാടി? അപ്പൊ മറന്നാ എല്ലാരും? എന്തോന്ന് മറന്നാ? നാളെയാണ് ന്യൂ ഇയർ. അപ്പോ പറയുമ്പോലെ നാളെ എന്തോന്ന് പരിപാടിയുടെ എല്ലാ വർഷത്തെയും പോലെ എവിടെയും പോകുന്നു, കുപ്പി എടുക്കുന്നു, എങ്ങനെ വിളയിൽ പോയിരിക്കുന്നു, അടിക്കുന്നു, രാവിലെ എണീച്ച് വരുന്നു. ഇതല്ലേ നടക്കണേ? നിങ്ങളൊക്കെ അല്ല എന്ന് പറഞ്ഞ ഏതൊക്കെ ഇടിച്ച സ്ഥലമുണ്ട് അവിടെ പോവാന്ന്. എന്നിട്ട് ഇപ്പം ഏ സ്ഥലം എവിടെ പോണ? ഉണ്ടപ്പാറയുടെ എടുത്തോടെ ഉണ്ടപ്പാറയാ? അവിടെ ഇല്ലേ ആരോ വീണ് ഈ ഇടയ്ക്ക് മരിച്ചത്? ഉള്ളത് ഇനി നീ വേണ വിശ്വസിച്ചാ മതി. നിങ്ങള് പോ, ഞാൻ ഇല്ല. കളി നിങ്ങളെ പേടിക്കാതെ നമുക്ക് സെറ്റാക്കാം. നമ്മളടുത്ത് ഒരു അണ്ണനുണ്ട്, അണ്ണനെയും കൂടി വിളിക്കാം. അണ്ണനാ? ഏതണ്ണൻ? ശിബു അണ്ണനെ. പുള്ളി ഉണ്ടെങ്കിൽ നമുക്കെല്ലാം പൊളിക്കാം. പുള്ളിയിൽ മറ്റു സാധനം കൂടി കിട്ടും. ശിബു അണ്ണനാ? അതാര്? നമുക്കൊന്നും ഇതുവരെ അറിഞ്ഞൂടല്ല. അതാര്? അതൊക്കെ കൊണ്ടടേ, നീ വരുമ്പോൾ കാണിച്ചു തരാം പുള്ളി ആരാണെന്ന്. എന്നാലും പറ. ഡേയ് നീ പറഞ്ഞോട്. സൊട്ടേ കളി നീ പറ. നീ ശിവോണല്ലേ കമ്പനി, നീ പറഞ്ഞു കൊടുത്താൽ മതി. இவனான நமக்கு லோடு இராது. டேய், ഞാൻ யாருன்னு உனக்கு தெரியாது. எங்க அண்ணன் யாருன்னு உனக்கு தெரியாது. டேய், உனக்கு சரக்குள்ள മയ്യിരുള്ള. പാണ്ഡ്യ മോനെ, നീ നിന്റെ അണ്ണനും കൂടെ എന്നെ അങ്ങ് ഒരുപാട് അങ്ങ് ഉണ്ടാക്കും. ചരക്കിറക്കാവുന്ന ചരക്കിറക്കിട്ട് പൊയ്ക്കോണം. പിന്നെ കാശ് അത് നിന്റെ അണ്ണനോട് പോയി പറടാം. നേരിട്ട് വന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. മതി തള്ളിയത്. നീയൊക്കെ പറഞ്ഞാൾ വരുന്ന എന്താണ് ഇത്ര ഉറപ്പ്? ഡേയ് പറയണ കേട്ടിട്ട് അയാൾ വലിയ കിടിലോന്നാണ് തോന്നണത്. നീ പേമാർ വിളിച്ച അയാൾ വരുന്ന എന്താണ് ഇത്ര ഉറപ്പ്? നമ്മൾ വിളിക്കുകയും ചെയ്യും, അണ്ണൻ വരികയും ചെയ്യും, നാളെ നമ്മൾ പോവുകയും ചെയ്യും, നമ്മൾ പൊളിക്കുകയും ചെയ്യും. അല്ലടാ? പിന്നെ അല്ല, വരാൻ താല്പര്യമുള്ളവർ പറഞ്ഞെങ്കിൽ വന്നാൽ മതി. അണ്ണാ, ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. ഇതാ പറഞ്ഞു. നീ പോയിട്ടോ. ശിവു അണ്ണേ, അണ്ണാ ഇത്ര നാളാണ് മക്കളെ, സുഖമാണോടാ? സുഖണ്ണ. എങ്ങനെയുണ്ട് അണ്ണൻ? വാ ഡേ, ഇതാണ് നമ്മളെ ശിബു അണ്ണൻ. എല്ലാവർക്കും സുഖമല്ലേ? അണ്ണാ കണ്ണവിടെ ഡാവും മുള്ളാൻ പോയിക്കടാ. ഇപ്പോൾ വരും. അണ്ണാ, ഇതൊക്കെയാണ് നമ്മളെ പയ്യന്മാർ. ഇത് വിജിൻ, ഇത് ലാലു. അല്ല, നിങ്ങൾ ഇത്ര പേരേ ഉള്ളൂ? എന്തൊരു പറയാ അണ്ണാ, ഇവിടെ ആണ്ട് എല്ലാം മൻപേടിച്ച് വീട്ടിൽ ഇരിക്കുന്നു. എന്തൊരു പയ്യന്മാരല്ലേ അവന്മാര്. പയ്യന്മാരായി ഇത്ര പേടി വേണോ? പേടിയോ? എന്തിന്? അണ്ണ ഇവിടെ കുറച്ച് ദിവസം മുമ്പ് ആരോ എന്തോ കണ്ട് പേടിച്ച് വിടുന്ന് മരിച്ചെന്നുണ്ടോ? അത് കേട്ട കുറേ എണ്ണം വീട്ടിൽ ഇരിക്കുന്നു. അത് ഓരോരുത്തർ പറഞ്ഞിട്ട് പേടിച്ച് വീട്ടിലിരിക്കുന്നതാണ്. നാട്ടിൽ തെണ്ടുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെ സംഭവമൊന്നുമില്ല. താമരപ്പൂവുക്കും കണ്ണിക്കും എണ്ണിക്കും മനുഷ്യരെ പേടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി.
വരാൻ പോകുന്ന ആപത്ത് നിങ്ങൾ വിളിച്ചു വരുത്തരുത്. നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്. രാത്രി മനുഷ്യന്മാരെ പേടിപ്പിക്കൊണ്ട് വർത്തമാരെ അറിയുന്നുള്ളൂ. അതൊന്നുമില്ല. അവിടെ ഒരാൾ വന്നിട്ട് പറയുന്നത് നമ്മളിവിടെ നിൽക്കണമെന്ന് ശരിയല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോകണം പെട്ടെന്ന്, ഇവിടെ എന്തോ കുഴപ്പമൊക്കെ ഉണ്ടെന്ന് എന്തോ ഒന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമോ? അത് രാത്രി ആരെങ്കിലും വെള്ളമടിക്കാൻ പോകുന്നതായിരിക്കും ഇവിടെ. ഇവരൊക്കെ അല്ലടേ എല്ലാവരും ആഘോഷിക്കട്ടേ, നമ്മൾ മാത്രം ആഘോഷം മതിയോ? അണ്ണാ വാ നമുക്ക് അങ്ങോട്ട്. വാ. ആ 3 പേരും കൂടെ എവിടെ പോണ്? ഇപ്പോൾ വരാടാ. അണ്ണാ നമുക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയണം. അതെ, അമരെന്ന് പറഞ്ഞാൽ ശരിയാണ് ചേട്ടാ. ആര്? എന്ത്? ആ ശിവണ്ണനെ കുറിച്ച് അമരുന്നില്ല പറഞ്ഞില്ലേ, അതുള്ളത് തന്നെ. അങ്ങനെ ഒരു കിടിലൻ തന്നെ. അയാളെ ബാറിൽ വെച്ച് ഒരുത്തന്നെ എടുത്തിട്ട് ഇടിച്ച്. പ്രശ്നം എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ കിടില അടിയായിരുന്നു. നോക്കിയപ്പോഴേ ആത്തുനിന്ന് ഒരു തെറിച്ച് വന്ന് വീഴണം. എന്നാൽ മാസമായിട്ട് വന്നിട്ട് അവനെ തൂക്കിയെടുത്തിട്ട് പിന്നെ ഒരൊറ്റ കയറി. എന്നിട്ടെന്ത് എന്നാൽ കുറേ മാസം ഡയലോഗ് അടിച്ചിട്ട് ആത്ത് കയറിപ്പോയി. നിങ്ങളുള്ളതുകൊണ്ടാണ് ഈ ന്യൂ ഇയർ വൈബായത്. ഈ ന്യൂ ഇയർ നമ്മൾ അടിച്ച് പൊളിക്കണം. ഇതാരാടാ ശിവു? എന്താ കാര്യം? ആണെങ്കിൽ നിന്നെ ശരിക്കും ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. നീ നമ്മളൊരു പയ്യനെ തല്ലിന്ന് കേട്ടല്ലടാ. നീ ആരാണെന്ന് അവന് കാണിച്ച പോലെ നമ്മൾ ആരോ നിന്നെ കാണിക്കാൻ വന്നടാ. ഓഹോ, നമ്മരെല്ലാം കൂടെ അപ്പൊ പണിയായിട്ട് ഇറങ്ങിയതാ അല്ലേ? എന്നാവാ മാറി സംസാരിക്കാം. അണ്ണാ, നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോണ? ഷിബുവിനോട് വേണ്ടടാ. അയ്യോ പോയിട്ടാ, എൻ്റെ അത് ചെയ്യലണ്ടാ, ക്ഷമിക്കണം. ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്. ഇനി ഏതൊരിക്കലും ആവർത്തിക്കണ്ടാ, പ്ലീസ് അണ്ണാ. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ നിങ്ങളെ കൈയും കാലും പിടിക്കാം. ഈ ഒരു അയ്യബദ്ധം പറ്റിപ്പോയതാണ് അണ്ണാ, പ്ലീസ് ഒന്നും ചെയ്യലണ്ണാ. അയ്യേ, യവനാ ഷിബു? യവ എന്തോ നീ കാണിക്കണേ? ക്ഷമിക്കേട്ടാ. ഷിബു ഈ നാട്ടിൽ നീ പേരോടെ കേൾക്കരുത്. അയ്യേ ഷിബു ഉണ്ട് കണ്ട. ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും ഈ പ്രാവശ്യൻ്റെ പ്രശ്നങ്ങൾ തീരും. പക്ഷേ എവിടെ നിന്ന് ഓരോ കൊല്ലം കഴിയുന്തോറും പ്രശ്നങ്ങളൊക്കെ കൂടി വരികയില്ല. നിങ്ങൾ നോക്കിക്കോ, ഈ പ്രാവശ്യമെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും.
അമ്മ ഇന്നാ ഇത് ഒഴിഞ്ഞു കൊടുക്കവന്. എന്താണ് നിനക്ക്? ഞാൻ കണ്ട ആളുടെ എന്താടാ ഫോട്ടോ, മക്കളെ? ആരാ അവിടെ വെച്ച് കണ്ട ആളുടെ ഫോട്ടോ. ആരെ?